Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് CBC ക്ലാസ് 10 പോളിനോമിയൽസ്. പാർട്ട് 5 നമ്മൾ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് എന്ന പോർഷന്റെ ഒരു ഹാഫ് പോർഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അത് ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. ഇപ്പോൾ പാർട്ട് 5 നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്ന പോർഷൻ ശരിക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിൽ ഡിവിഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിലായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിവൈഡ് 2x² + 3x + 1 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ x+2 എന്ന് പറയുന്ന അല്ലെങ്കിൽ x+2 എന്ന ഒരു ലീനിയർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ഡിവിഷൻ കാൽക്കുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാരണം അത് ഡിവൈഡ് ചെയ്യുന്നില്ല, ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 2x² + 3x + 1 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ x+2 എന്ന് പറയുന്ന ഒരു ലീനിയർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് ആയിട്ട് ആൻസർ കിട്ടുന്നത് 2x - 1 റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 3 ആണ്. അപ്പൊ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ഇത് ഡിവൈഡന്റ് ആണ്. ഡിവൈഡന്റ് എന്ന് പറയുന്നത് ഏതാണ്? 2x². ഡിവൈഡന്റ് എന്ന് പറയുന്നത് 2x² + 3x + 1 ആണ്. ഡിവൈസർ എന്ന് പറയുന്നത് x+2 ആൻഡ് കോഷ്യന്റ് എന്ന് നമുക്ക് കിട്ടുന്നത് 2x - 1 റിമൈൻഡർ 3 ആയിരിക്കും. അപ്പൊ എല്ലാ കേസിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ കിട്ടണമെന്നില്ല. റിമൈൻഡർ ഒന്നുകിൽ 0 ആവാം, 0 ആവാം, അല്ലെങ്കിൽ റിമൈൻഡർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? ഇവർ തമ്മിലുള്ള റിലേഷൻ, അതായത് ഡിവൈഡന്റ് അതുപോലെ തന്നെ ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ, ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ, അല്ലെ ഇവരെ എങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാമെന്നുള്ള ഒരു കേസാണ്. അതിന് മുൻപായിട്ട് തന്നെ നമ്മളൊരു നമ്പർ 15 എന്ന നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. 7 അല്ലെ, 2 × 7 14, റിമൈൻഡർ 1. അപ്പൊ നമ്മൾ ഇവരെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് എഴുതുന്നത്? 15 അല്ലെ, 15 is equal to 2 × 7 + 1 എന്ന് എഴുതാം. കാരണം 7 × 2 = 14 + 1 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമുക്ക് ആരെ എഴുതാൻ പറ്റും? തന്നിരിക്കുന്ന ഈ ഒരു ഡിവിഷൻ, അതായത് പോളിനോമിയലിന്റെ ഡിവിഷനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതണ്ടേ? ഡിവൈഡന്റ് അല്ലെ, ഡിവൈഡന്റ് is equal to, ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ ആണ്. ഡിവൈസർ ഇൻറ്റു quotient plus remainder. ഓക്കെ, അപ്പോൾ ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient plus remainder. അപ്പൊ ഈ ഓർഡറിൽ തന്നെ നമുക്ക് ആരെ എഴുതാം? ഈ ഡിവിഷൻ പ്രോസസ്സിനെ എഴുതാൻ പറ്റും. ഡിവൈഡന്റ് എന്താണ് ഇവിടെ? 2x² + 3x + 1 is equal to, ഇത് ഡിവൈസർ ആരാണ്? x+2 ഇൻറ്റു x+2 2x - 1 plus 3. അപ്പൊ ഈ ഓർഡർ ആണ്, അതായത് ഡിവൈഡന്റ് 2x² + 3x + 1 is equal to ഡിവൈസർ എന്ന് പറയുന്നത് x+2 ഇൻറ്റു കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? 2x - 1 plus 3. അപ്പോൾ ഈ ഓർഡർ ആണ് നമുക്കിവിടെ ആവശ്യം. അപ്പം ഡിവിഷൻ അൽഗോരിതം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 2x² + 3x + 1 is equal to x+2 ഇൻറ്റു 2x - 1 plus 3 എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ,
നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. y is p of x 2x square plus 3x plus 1 is equal to p of x. P of x is equal to x plus 2 divisor is equal to g of x into quotient is equal to q of x plus remainder is equal to r of x. So p of x is equal to g of x into q of x plus r of x. അപ്പോൾ ഈ ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡിവിഷൻ അൽഗോരിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആണ്. ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവാം, ഓർ അല്ലെങ്കിൽ ഒന്നുകിൽ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും, അല്ലെങ്കിൽ ആർ ഓഫ് എക്സ് അല്ലെ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം? ഒന്നുകിൽ ആർ ഓഫ് എക്സ്, അതായത് നമ്മൾ ഈ ഡിവിഷൻ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഒന്നുകിൽ റിമൈൻഡർ 0 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ 0 അല്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അടുത്ത സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ആർ ഓഫ് എക്സ് അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ ഡിവിഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ജി ഓഫ് എക്സ്. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? എക്സ് പ്ലസ് ടുവിന്റെ. അപ്പൊ എക്സ് പ്ലസ് ടുവിന്റെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി ഈ 1ലും താഴെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. അത് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ നോർമൽ കേസിൽ എവിടെയാണ് ഡിഗ്രി എന്ന് ചോദിക്കാം. അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 3a നമുക്ക് എങ്ങനെ എഴുതാം? 3x raised to 0 എന്ന് എഴുതാം. 3x raised to 0 അല്ലെ? ഇനി നമ്പർ റേസ് ടു 0 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പൊ 3 ഇൻറ്റു എന്ത് വരും? 1 എന്ന് വരും. x raised to 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 raised to 0, 3 raised to 0 എന്നൊക്കെ പറഞ്ഞാൽ എനി നമ്പർ അല്ലെങ്കിൽ എനി വേരിയബിൾ അല്ലെങ്കിൽ എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഈ 3യുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ 3x അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ഈ ഒരു റിമൈൻഡറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നോക്കി, നമ്മൾ എപ്പോഴാണ് ഈ ഡിവിഷൻ പ്രോസസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞ അനുസരിച്ച് ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഏതാണ്? ജി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എക്സ് റേസ് ടു 1 അല്ലെ? എക്സ് റേസ് ടു 1, അത് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ആ 1നേക്കാളും താഴെയാണ് ആര് വന്നിരിക്കുന്നത്? 0 വന്നിരിക്കുന്നത്. അപ്പം ജി ഓഫ് എക്സിന്റെ ഡിഗ്രിയെക്കാളും ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി എപ്പോ കുറയുന്നു, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് എന്തെഴുതുന്നത്? ഡിവിഷന്റെ ആ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. 2x square plus 3x plus 1 is equal to x plus 2 into 2x minus 1 plus 3. അപ്പോൾ ഈ ഒരു ഓർഡറിൽ എഴുതുന്നതിനെ, അല്ലെങ്കിൽ p of x is equal to g of x into q of x plus r of x എന്ന് നമ്മൾ ഈ ഒരു ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡിവിഷൻ അൽഗോരിതം. ഇവിടെ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിനേക്കാളും താഴെ ആയിരിക്കും അല്ലെ? ലെസ് ദാൻ ജി ഓഫ് എക്സ് ആയിരിക്കും. ഇപ്പൊ ഡിവിഷൻ അൽഗോരിതം പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിവൈഡ് 2x square plus 3x plus 1 by x plus 2 and verify the division algorithm എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, g of x into q of x plus r of x is equal to p of x ആണെന്ന് പ്രൂവ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ഈ ഡിവിഷൻ ഇതേപടി എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നിരിക്കുന്ന ജി ഓഫ് എക്സ് അതായത് എക്സ് പ്ലസ് ടുവും ടു എക്സ് മൈനസ് വണ്ണൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 3യും കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 2x² പ്ലസ് 3x പ്ലസ് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, വെരിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഡിവിഷൻ അൽഗോരിതം ഒന്ന് വെരിഫൈ ചെയ്യാം. അതായത് എക്സ് പ്ലസ് 2 ഇൻറ്റു 2x മൈനസ് 1 പ്ലസ് 3 എന്ന് പറയുന്നത് 2x² പ്ലസ് 3x പ്ലസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് ജി ഓഫ് എക്സ് is equal to g of x into q of x plus r of x is equal to p of x ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. x plus 2 അപ്പൊ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. x into 2x എന്ന് പറയുന്നത് 2x square x into minus 1 എന്ന് പറയുന്നത് മൈനസ് എക്സ് പ്ലസ് 2 into 2x എന്ന് പറയുന്നത് എന്താണ് 4x പ്ലസ് 4x പ്ലസ് 2 into മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 2 പ്ലസ് 3 is equal to 2x² പ്ലസ് 3x പ്ലസ് 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ 2x² മൈനസ് എക്സ് 4x മൈനസ് 2 പ്ലസ് 3. ഇവിടെ നോക്കാം 2x² അതേപടി എഴുതാം. 2x² മൈനസ് എക്സ് ഒരു 4x ഉണ്ട്. ഇവിടെ എത്ര ആൻസർ 4 മൈനസ് 1 എന്ന് പറയുന്നത് 3x അല്ലേ, പ്ലസ് 3x ഇവിടെ പ്ലസ് 3 ഉണ്ട് മൈനസ് 2 ഉണ്ട്. അപ്പോൾ ആൻസർ എത്രയും പ്ലസ് 1 അല്ലേ. 3 മൈനസ് 2 ദാറ്റ് is equal to 2x² പ്ലസ് 3x പ്ലസ് 1. ദാറ്റ് ഈസ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ജി ഓഫ് എക്സ് ഇൻറ്റു g of x into q of x plus r of x is equal to എന്താണ് p of x തന്നെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്, ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഡിവിഷൻ അൽഗോരിതം വെരിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.